സൗദി അറേബ്യയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജിദ്ദയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വരുന്ന ബുധനാഴ്ച വരെ ജിദ്ദ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളെ കാലാവസ്ഥാ ദുരിതം ബാധിക്കുമെന്നാണ് സൂചന. വാഹനമോടിക്കുന്നവരും കടൽ തീരത്ത് പോകുന്നവരും മുൻകരുതൽ എടുക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും വെള്ളക്കെട്ടുള്ള മേഖലകളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ സൗദിയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയും കാറ്റും ആലിപ്പഴവർഷവുമുണ്ട്. മക്ക സിറ്റി, ജിദ്ദ, ബഹ്റ, അൽജുമും, റാബിക്, ഖൊലൈസ്, അൽക്കമൽ, തായിഫ് എന്നിവിടങ്ങളിൽ ഇനിയും ശക്തമായ മഴയും ആലിപ്പഴവർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അബുദാബിയിലെ വിദ്യാലയങ്ങളിലെ ജീവനക്കാർക്ക് പുതിയ പെരുമാറ്റച്ചട്ടം. ക്ലാസ് മുറികളിലും വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, സമൂഹത്തിലെ മറ്റംഗങ്ങൾ എന്നിവരുമായുള്ള സംസാരത്തിലും ആശയവിനിമയത്തിലും സമഗ്രത, ബഹുമാനം, നിഷ്പക്ഷത, ധാർമ്മികത എന്നിവ പ്രകടിപ്പിക്കണമെന്നാണ് അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് അറിയിച്ചത്. രാജ്യത്തോടും രാജ്യത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളോടുമുള്ള ബഹുമാനം, സഹപ്രവർത്തകരുമായി മാന്യമായ പെരുമാറ്റം, രാജ്യത്തിന്റെ നിയമങ്ങളോടും മര്യാദകളോടുമുള്ള പ്രതിബദ്ധത, ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വത്തോടെയുള്ള വിനിയോഗം, സാമൂഹിക സുരക്ഷ, സാമൂഹിക സഹവർത്തിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട 22 ഇന പെരുമാറ്റച്ചട്ടങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന് വിപരീതമായ പെരുമാറ്റമുണ്ടായാൽ അത് ഗുരുതരമായ കൃത്യവിലോപമായി പരിഗണിക്കുന്നതാണെന്നും മുന്നറിയിപ്പുണ്ട്. ശൈത്യകാല അവധി കഴിഞ്ഞു. ഗൾഫിലെ വിദ്യാലയങ്ങൾ ഇന്ന് തുറന്നു. UAEയിലെയും ഒമാനിലെയും വിദ്യാലയങ്ങളാണ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ സ്കൂളുകളിൽ ഇനിയുള്ള ദിവസങ്ങൾ പരീക്ഷാ തയ്യാറെടുപ്പുകളുടെയും സിലബസ് പൂർത്തിയാക്കുന്നതിൻ്റെയും തിരക്കായിരിക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം പരീക്ഷാ ചൂടിലേക്ക് നീങ്ങുന്ന നാളുകൾ. ഇതിനിടയിൽ ശൈത്യകാല യൂണിഫോമുകൾക്ക് വിദ്യാലയങ്ങൾ അമിത ചാർജ് ഈടാക്കുന്നതായും രക്ഷിതാക്കൾക്കിടയിൽ പരാതിയുണ്ട്. UAEയിൽ ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞും നാളെ രാവിലെയും മൂടൽമഞ്ഞിന് സാധ്യത. ഇന്നലെയാണ് ഈ ശൈത്യകാലത്തെ ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയത്. റാസൽ ഖൈമയിലെ ജബൽ ജയ്സിൽ ഇന്നലെ 1.8 ഡിഗ്രി സെൽഷ്യസായി താപനില കുറഞ്ഞു. അതേസമയം ഇന്ന് താപനില അല്പം കൂടിയതായാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ ചിലയിടങ്ങളിൽ 35 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു. ദുബായിൽ ജനസംഖ്യ കൂടി, വാഹനങ്ങൾ കൂടി, ഗതാഗതക്കുരുക്കും കൂടി. പുതിയ റോഡുകളും പാലങ്ങളും വന്നിട്ടും വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കൂടിയതാണ് ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയത്. കഴിഞ്ഞ വർഷം യാത്രക്കാർക്ക് ഗതാഗതക്കുരുക്ക് മൂലം ശരാശരി 35 മണിക്കൂർ നഷ്ടപ്പെട്ടതായാണ് കണ്ടെത്തൽ. 2023 അത് 33 മണിക്കൂറായിരുന്നു. 2022 ദുബായ് നഗരത്തിലെ ജനസംഖ്യ 1,34,000 ആയിരുന്നത് 2024 അവസാനത്തോടെ അത് 1,38,000 വർദ്ധിച്ചിട്ടുണ്ട്. വിദേശ പ്രൊഫഷണലുകളുടെയും തൊഴിലാളികളുടെയും നിക്ഷേപകരുടെയും രാജ്യത്തിലേക്കുള്ള കുടിയേറ്റം കൂടിയതോടെയാണ് തിരക്കും വർദ്ധിച്ചിട്ടുള്ളത്. അതിനൊത്ത് ദുബൈയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ രംഗത്തുള്ളവർ വിലയിരുത്തുന്നു. UAEയിൽ എല്ലാവർക്കും ഇൻഷുറൻസ്, ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും കൊയ്ത്തുകാലം. ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ തുടങ്ങിയ വടക്കൻ എമിറേറ്റുകളിലും എല്ലാ താമസ വീസക്കാർക്കും ഈ മാസം 1 ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെയാണ് ഇവിടങ്ങളിലെ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും തിരക്ക് കൂടിയതെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ഇത് ഷാർജയിലെയും റാസൽ ഖൈമയിലെയും ഡിമാൻഡ് വർദ്ധിപ്പിച്ചതോടെ ഇവിടങ്ങളിൽ കൂടുതൽ ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഈ രംഗത്തുള്ളവർ വിലയിരുത്തുന്നു. ഖത്തറിൽ നടന്ന ഫ്രഞ്ച് പോരാട്ടത്തിൽ PSG വിജയം. ഇന്നലെ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് അവർ കരുത്തരായ AS മൊണോക്കോയെ പരാജയപ്പെടുത്തിയത്. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ PSG യുടെ സൂപ്പർ താരം ഒസ്മാൻ ഡാംബലെയാണ് വിജയ ഗോൾ കരസ്ഥമാക്കിയത്.